തീർച്ചയായിട്ടും ടീച്ചേഴ്സ് മാത്രമല്ല ആയ ചേച്ചിമാരുണ്ട്. നമ്മളിവിടെ ട്രൈബൽ കുട്ടികളെ ഇവിടെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ട്രൈബൽ കുട്ടികൾ അവര് നമ്മുടെ ഒപ്പം എല്ലാ കുട്ടികളുടെ കൂടെയാണ് ആ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. ഇവിടെ ഒരു വിവേചനവും നമ്മൾ ആരോടും കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു സ്റ്റാഫ് പിന്നെ SC ആണെന്ന് പറഞ്ഞിട്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു ഇവിടെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇന്ന് യുവജനപക്ഷ സംഘടനകളൊരു സ്കൂൾ മാർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൽ സ്കൂളിൻ്റെ നിലപാടെന്താണ്? അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ? സർ, ഈ സോഷ്യൽ മീഡിയയില് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ ഗൗരവം അറിയുന്നത്. കാരണം 3-ാം തീയതി നമ്മൾ ഇപ്പോൾ 2 പേരെ നമുക്ക് വണ്ടിയിലത്തേക്ക് വേണമായിരുന്നു. അപ്പോൾ ആ 2 പേരെയും നമ്മൾ പുറത്തുനിന്ന് എടുക്കുമായിരുന്നു ചെയ്തത്, ഡെയിലി വേജസ് ആയിട്ട് എടുക്കുമായിരുന്നു ചെയ്തത്. അതിൽ ഒരാളാണ് മറ്റേ ആളെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഇവിടെ ജയശ്രീ എന്ന് പറയുന്ന ചേച്ചി ഇവിടെ ഇരുത്തി സീറ്റിലിരുത്തി ഞാൻ സംസാരിച്ചു. അപ്പോൾ CV കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി, ID കാർഡ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ID കാർഡിൻ്റെ കോപ്പി എടുപ്പിച്ച് വെച്ചിട്ടാണ് ചേച്ചിയെ ജോലിയിലേക്ക് അന്ന് ടെസ്റ്റിനാണ് വിട്ടത്. കാരണം ഒരു റൂട്ടിലേക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. അങ്ങനെ 5-ാം നമ്പർ വണ്ടിയിലാണ് ചേച്ചി പോയത് 3-ാം തീയതി. 4-ാം തീയതി രാവിലെയും വൈകിട്ടും ചേച്ചി വന്നു. പിന്നെ ഞാൻ വെഹിക്കിൾ അവരെ ഇതിലാണ് വിടുന്നത്. അപ്പോൾ 5-ാം തീയതി രാവിലെയും ചേച്ചി പോയി എന്ന് അറിയാൻ സാധിച്ചു. പക്ഷെ വൈകുന്നേരം വന്നിട്ട് സ്കൂൾ റൂട്ടിന് വണ്ടികളെല്ലാം ഇങ്ങനെ പോകാൻ നിന്ന സമയത്താണ് ചേച്ചി വന്ന് എന്നോട് പറയുന്നത് ഞാനിനി സ്കൂളിലേക്ക് വരുന്നില്ല എന്ന്, സ്കൂളിൽ ഇനി ജോലി തുടരുന്നില്ല എന്ന്. ആ സമയത്ത് ഞാൻ ചോദിച്ചു കാര്യം എന്താ ചേച്ചി, കാരണം ഇപ്പോൾ വണ്ടികളെല്ലാം റെഡിയാണ്, പോകാനായിട്ട് റെഡിയായിട്ട് നിന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അറേഞ്ച്മെന്റ് വേണമല്ലോ, അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആകപ്പാടെ എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം വണ്ടി എടുക്കാൻ സമയത്താണ് ചേച്ചി വന്ന് പറയുന്നത്. സെയിം ടൈം ഞാൻ ചേച്ചിയോട് പറയായിരുന്നു, ചേച്ചി എന്തായിരുന്നാലും നമുക്ക് പിന്നീട് സംസാരിക്കാം, നമുക്കത് വണ്ടിയിൽ ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് പോവുക, കാരണം നമുക്കത് പിന്നീട് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ, എന്താണെന്ന് ചോദിച്ചോ. എന്നെ പറ്റുന്നില്ല എന്ന് ആരോ പറഞ്ഞു, രക്ഷകർത്താവ് ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇപ്പോൾ സമയമില്ല ഒന്നും പറയാൻ, എന്നാലും ചേച്ചി അത് വണ്ടിയിൽ ഇപ്പോൾ തൽക്കാലം കയറുക, നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞത് എനിക്ക് തലേ ദിവസം അത് ചേച്ചി പറഞ്ഞ ദിവസമാണ്, തലേ ദിവസം എനിക്ക് കരമനയിൽ നിന്നൊരു ഓഫർ വന്നിരുന്നു, 10-12,000 രൂപ തരാമെന്ന് പറഞ്ഞതാ ടീച്ചർ. എനിക്ക് എന്തായിരുന്നാലും ഞാൻ സ്കൂളെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തായതുകൊണ്ടാണ് ഞാൻ വന്നത്, എന്നാൽ ഇനി ഞാൻ തുടരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ സീനിയർ അസിസ്റ്റന്റ് ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു ചേച്ചിക്ക് എന്തായിരുന്നാലും ഇപ്പോൾ ഒന്ന് വണ്ടിയിൽ കയറണം ചേച്ചി, നമുക്കത് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇല്ല ഞാൻ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി പെട്ടെന്ന് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അഭിലാഷിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫോൺ ചെയ്തു. അഭിലാഷ് ഉടനെ തന്നെ വന്നു. ഞാൻ അഭിലാഷിനോട് പറഞ്ഞു അഭിലാഷ് 5-ാം നമ്പർ വണ്ടിക്ക് പെട്ടെന്ന് ആളെ ആക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലീനിങ് സ്റ്റാഫിന് നിൽക്കുന്ന ഒരു ചേച്ചി വേണം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം, മഴ വരുന്നുണ്ട്, അപ്പോൾ വണ്ടികൾ പെട്ടെന്ന് ഇവിടുന്ന് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പായിട്ട് കുട്ടികളെ വണ്ടിയിൽ കയറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഭിലാഷ് പോവുകയും ചെയ്തു, ചേച്ചി ഇവിടുന്ന് അങ്ങ് ലീവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രിൻസിപ്പൽ മീറ്റിംഗ് ആയിരുന്നു, ഫുൾ ഡേ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞത്. വൈകുന്നേരം ആയി ഏകദേശം അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ സാധിച്ചത്. കാരണം അത്രയും രൂക്ഷമായിട്ട് എങ്ങനെ പുറത്ത് വിമർശിക്കപ്പെട്ടു എന്നറിയില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് അതിനുശേഷം ഞാൻ അഭിലാഷിനെ വിളിച്ചു കാര്യം അറിയാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് എന്തോ അഭിലാഷിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതാണ് എനിക്ക് അറിയാവുന്ന കാര്യം. എന്തായാലും അറിയാവുന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ. പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അഭിലാഷിനെതിരെയാണ് പരാതി. സ്കൂളിന്റെ പേര് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്, സ്കൂളിൽ നിന്നാണ് പോകുന്നത്, പക്ഷേ അഭിലാഷിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് അഭിലാഷിനെ നമ്മൾ ഈ 2-3 ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇല്ല, പറ്റാത്തതല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഇനി ഞാൻ കോണ്ടാക്ട് ചെയ്തു, കാരണം നമുക്കൊരു ഈ വിഷയത്തിന്റെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ. കാരണം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, അതെനിക്ക് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഭിലാഷിനെ നന്നായിട്ട് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ കുറച്ചധികം വാർത്തകൾ വരുന്നത് കൊണ്ട് മേ ബി അയാള് ഫോൺ പോലും തുറക്കാതിരിക്കണമെന്ന് അറിയില്ല. എന്തായിരുന്നാലും അയാളുടെ ഫോണിൽ ഇപ്പൊ തൊട്ട് മുമ്പേയും എനിക്ക് DO സാറ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, കിട്ടുന്നില്ല. അഭിലാഷിനെ സ്വിച്ച് ഓഫ് ആണ്.
നടപടി ഉണ്ടാവും, സ്കൂൾ തലത്തിൽ നടപടിക്ക് സാധ്യതകളുണ്ടോ? സാധ്യതയില്ല, കാരണം അത് മാനേജ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റും അതുപോലെ പറഞ്ഞുവിടലും ഒക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ്. തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ള സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നു നടപടി ഉണ്ടാവും. അല്ല, കാരണം ലീവ് വേക്കൻസി എന്ന് പറയാൻ നമ്മുടെ ഇവിടെ നിന്ന് 2 പേര് പെട്ടെന്ന് ഒരു ലീവിന് പോയി, ഒരാൾ നിർത്തിപ്പോയി. അങ്ങനെ വന്നപ്പോൾ 2 പേരുടെ വേക്കൻസി വന്നു. ആ സമയത്താണ് ഡെയിലിക്ക് വിളിച്ചത്. അങ്ങനെ വന്ന 2 പേരാണ്. അപ്പോൾ ഇതില് ഒരാള് മറ്റേ ആളെ കൂടെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് 2 പേരും വന്നത്. രാഷ്ട്രീയപരമായി സ്കൂളിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അത് എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ, എനിക്കിവിടെ ഒരു രാഷ്ട്രീയമില്ല. കാരണം നമ്മളിവിടെ വരുന്നവരുടെ രാഷ്ട്രീയം ഒന്നും നമ്മൾ നോക്കാറില്ല. ആരാണ് എന്താണ് എന്നുള്ളതോ ജാതി മത ഭേദം തന്നെയാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എത്രമാത്രം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്, അവരുടെ ആരുടെയും ജാതി, അവർ വെച്ചു തരുന്നതാണ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആരുടെയും ജാതി നോക്കാറില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റേഴ്സ് പരിശോധിച്ചാൽ അറിയാൻ കഴിയും, പലതരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും ജാതി മെൻഷൻ ചെയ്യും, ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു മെൻഷനിങ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നല്ലാണ്ട് ഓരോരുത്തരുടെയും ജാതി ഇവിടെ ആരും മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാവരും മനുഷ്യജാതിയാണോ മനുഷ്യരാണോ എന്ന് മാത്രമേ ഇവിടെ നോക്കാറുള്ളൂ. ഞാൻ അത് തന്നെയാണ് ആ ചേച്ചിയോടും പറഞ്ഞത്. ചേച്ചി വന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ നമ്മുടെ അയ്യങ്കാളി ഇതുണ്ടല്ലോ പഞ്ചമിയുടെ 4ാം തലമുറയാന്ന് പറഞ്ഞിരുന്നു ചേച്ചി എന്നോട്. പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ, നമ്മൾ കണക്കാക്കുന്ന അങ്ങനെയല്ലല്ലോ. നമുക്കൊരു ജീവനക്കാരി വന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെയാണ് ആ ചേച്ചിയെ സന്തോഷപൂർവ്വമാണ് ഞാൻ സ്വീകരിച്ചതും. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു നടപടി എനിക്ക് വണ്ടിയിലേക്ക് എടുക്കേണ്ടി വന്നു. ഉടനെ ചേച്ചി ഇവിടുന്ന് പോവുകയും ചെയ്തു. തീർച്ചയായിട്ടും ടീച്ചേഴ്സ് മാത്രമല്ല, ആയ ചേച്ചിമാരുണ്ട്. നമ്മളിവിടെ ട്രൈബൽ കുട്ടികളെ ഇവിടെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ട്രൈബൽ കുട്ടികൾ, അവർ നമ്മുടെ ഒപ്പം എല്ലാ കുട്ടികളുടെ കൂടെയാണ് ആ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. ഇവിടെ ഒരു വിവേചനവും നമ്മൾ ആരോടും കാണിച്ചിട്ടില്ല. എന്നാൽ മുസ്ലിം ടീച്ചേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരെയും ഒരുമിച്ച് പുറത്തിണക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ എത്രയോ മുസ്ലിം കുട്ടികളും പഠിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ മക്കളാണ്. ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. എല്ലാവരും നമ്മുടെ മക്കളാണ്, എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരാണ്. അതുകൊണ്ട് അതിനെതിരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു വിവേചനം എന്നതുവരെ ഉണ്ടായിട്ടില്ല. ഡ്രൈവറിന് സത്യം പറഞ്ഞാൽ ഇത് നടക്കുന്നത് 5-ാം തീയതി അല്ലേ ഈ ഒരു ഇത് അറിയുന്നത്. അന്ന് തന്നെ വണ്ടികളെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ 6-ാം തീയതി നമുക്കിവിടെ വർക്കിംഗ് അല്ല, പ്രിൻസിപ്പൽ മീറ്റിംഗ് മാത്രം ഉണ്ടായിരുന്നു. സ്റ്റാഫുകൾ വേറെ വരേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ ഡ്രൈവറെ വിളിച്ച് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ വന്നു, വണ്ടിയിൽ വന്നു. പിന്നെ എനിക്കും രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ട് പോയി. ആ ഡ്രൈവറെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഡ്രൈവർ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എങ്ങനെയാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും, കാരണം പക്ഷെ അന്വേഷണം നടത്തേണ്ട ആദ്യപടി എന്ന് പറയുന്ന അഭിലാഷാണല്ലോ. നമ്മുടെ അഭിലാഷിനെ വിളിച്ചിട്ടാണ് കിട്ടാത്തത്. പിന്നെ ബിന്ദു ചേച്ചിയെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ തന്നെ എനിക്ക് ഇന്നലെ ഒരു SC/ST ഓഫീസറുടെ കോള് വന്നു. ഇന്ന് തന്നെ SC/STന്ന് നമ്മുടെ ബ്ലോക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോട്ടർ വന്നിട്ടുണ്ടായിരുന്നു, DO ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും സത്യമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിവിടെ ഒരു 20 വർഷം കൊണ്ട് സ്കൂളുണ്ട്. അപ്പോൾ 20 വർഷം കൊണ്ടും ഇവിടെയുള്ള എന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വിളിക്കാറുണ്ട്, ചേച്ചി അതെന്താണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്കൂളിൽ വരാൻ സാധ്യതയില്ലല്ലോ എന്നുകൊണ്ട് പാരൻസും കുട്ടികളും. കാരണം ഇതുപോലെയുള്ള ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറഞ്ഞോ എന്നുള്ളത് പോലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല.